അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയും നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. അതിൽ ആശങ്ക വേണ്ടതില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഒപ്പിട്ടത് കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. അത് കുട്ടികൾക്ക് ലഭിക്കേണ്ടുന്ന ഫണ്ടാണ്. അത് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുള്ളത്. പക്ഷേ ആ നിബന്ധനകൾ നടപ്പാക്കുമോ എന്നതിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. മതനിരപേക്ഷത തടസ്സപ്പെടാത്ത രീതിയിൽ ആകും അതിൽ പാഠഭാഗങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാകും എന്നുള്ളതാണ്. PM ശ്രീ എന്നുള്ളത് സാങ്കേതികം മാത്രമാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുൻപ് വിശദീകരിച്ചതിൽ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നില്ല. ഒപ്പം സ്കൂളുകൾ അടച്ചുപൂട്ടുമെന്നൊക്കെയുള്ളത് അതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുകയായിരുന്നു. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെ എതിർക്കേണ്ടതില്ല. മുൻപൊരു ഘട്ടത്തിലൊക്കെ എതിർത്തതാണ്. ഇപ്പോൾ എല്ലാ ഘട്ടത്തിലും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഏത് നിർദ്ദേശങ്ങളെയൊക്കെയാണ് എതിർക്കുന്നത്, ഏതിനെയാണ് എതിർക്കാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നുമില്ല. ഏതായാലും നയങ്ങൾ പറഞ്ഞുകൊണ്ട് കിട്ടാനുള്ള പണം വേണ്ടെന്ന് വെക്കണമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. തമിഴ്നാട് കോടതിയിൽ പോയി ആ പണം വാങ്ങിയെടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, തുടക്കത്തിൽ പറഞ്ഞത് അത് മറ്റൊരു ഫണ്ടാണ് തമിഴ്നാടിന് ലഭിച്ചത് എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അതിനും കൃത്യമായി തന്നെ ഒരു മറുപടി നൽകുന്നില്ല എന്നതാണ്. ഏതായാലും വളരെ തന്ത്രപരമായൊരു നീക്കമാണ് കേരളം നടത്തിയിട്ടുള്ളത്. ഇത് സാങ്കേതികം മാത്രമാണ് PM ശ്രീ എന്ന് പറയുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് വാങ്ങിയെടുക്കുക എന്നത് മാത്രമാണ് കേരളം ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളും അത് ആശങ്കയുടെ ആവശ്യമില്ല, മറ്റ് ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനമില്ല എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.